ഈ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് തന്നെ യുകെയുടെ ഇന്റലിജൻസ് ചീഫായിട്ടുള്ള ജോനത്താൻ നിക്കോളാസ് പവൽ പുള്ളിയുടെ അടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം. പുള്ളിക്കാരൻ കുറേ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾ ശരിക്കും പറഞ്ഞാൽ യുകെയും അമേരിക്കയും തെറ്റിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അഥവാ യുകെയും യൂറോപ്യൻ രാജ്യങ്ങളും രണ്ട് ചേരിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണിപ്പം, പ്രത്യേകിച്ച് ഇറാൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇയാളുടെ വെളിപ്പെടുത്തലിന് പ്രത്യേകതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്നില്ല. കാരണം ഈ ജോനത്താൻ പവൽ ജനീവയിൽ വെച്ച് നടന്ന ഇറാൻ അമേരിക്ക ലാസ്റ്റ് മീഡിയേഷൻ, ആ ചർച്ചയിൽ ലാസ്റ്റ് നെഗോസിയേഷനിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഈ ജോനത്താൻ പവൽ. ഈ ജോനത്താൻ പവൽ 2024 മുതൽ കീർ സ്റ്റാർമറിന്റെ ഭരണത്തിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് തുടരുന്നുണ്ട്. യുകെയിലെ ഗവൺമെന്റ് അഫയേഴ്സിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവൻ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ അടുക്കി കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ട്രംപിനെ ചോദ്യമുനയിൽ നിർത്തുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ നറേറ്റീവ്സ് വന്നിരിക്കുന്നത്. നറേറ്റീവ്സ് എന്ന് പറയുന്നതിനേക്കാളും പുള്ളിക്കാരൻ്റെ വെളിപ്പെടുത്തലുകൾ, അതങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ ജോനത്താൻ പവൽ ഈ ലാസ്റ്റ് ടോക്കിൽ, അതായത് അമേരിക്ക ഇറാന് മേളിൽ ആക്രമണം തുടങ്ങുന്നതിൻ്റെ തലേന്ന് വരെ നടന്ന ജനീവ ടോക്കിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇറാൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ആണ് അന്ന് ലാസ്റ്റ് മിനിറ്റിൽ പ്രപ്പോസ് ചെയ്തിരുന്നത്. യു കെക്ക് തന്നെ സർപ്രൈസ് ആയിരുന്നു. അതായത് യു കെയുടെ ജോനത്താൻ പവലിന് തന്നെ ആ പ്രപ്പോസൽ കണ്ടിട്ട് സർപ്രൈസ് ആയി. കാരണം ഇത്തരത്തിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഇച്ചിരി വഴങ്ങുന്ന തരത്തിലുള്ള ഒരു പ്രപ്പോസലാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്, പ്രത്യേകിച്ച് ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. പക്ഷേ എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ ആ മൊമെന്റ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോനത്താൻ പവൽ മനസ്സിലാക്കിയിരുന്നത്, നിലവിലെ ഇങ്ങനെ ഒരു പ്രൈമറി പ്രപ്പോസൽ ഇറാന്റെ സൈഡിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ഇത് നെക്സ്റ്റ് ലെവൽ, അതായത് March 2 അടുത്ത ഘട്ട ചർച്ചയിലേക്കുള്ള ഒരു പ്രപ്പോസലും കൂടി ആയിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് March 2 വൺ മോർ ടോക്ക്. പക്ഷേ February 28 തന്നെ ആക്രമണം തുടങ്ങിയിരുന്നു അമേരിക്കയും ഇസ്രായേലും. March 2 നെക്സ്റ്റ് ലെവൽ ചർച്ച കൂടി കഴിഞ്ഞിട്ടാവാമായിരുന്നു ഈ ഡിസിഷൻ എന്നാണ് ജോനത്താൻ പവലിന്റെ അഭിപ്രായം. അപ്പോൾ യു കെയുടെ ടീമും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതായത് ജോനത്താൻ പവലും ഇതേ തന്നെയാണ് കരുതിയിരുന്നത്. അതായത് ഇപ്പം നിലവിൽ ഒരു ക്ലാഷും ഉണ്ടാവില്ല, തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവൽ നെഗോസിയേഷനിലേക്ക് പോകും എന്ന് തന്നെയാണ്, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത്. അതേസമയം ജോനത്താൻ സമ്മതിക്കുന്നുണ്ട്, എന്താണ്, ഇറാൻ പൂർണ്ണമായിട്ടും കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അല്ല മുന്നോട്ട് വെച്ചിരുന്നത്, തീർച്ചയായിട്ടും ഇറാനെ അതിലേക്ക് നയിക്കാമായിരുന്നു എന്നൊക്കെ പുള്ളി ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകൾ എത്ര തവണ നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൾട്ടിപ്പിൾ ഒക്കേഷൻസിൽ നടന്നിരുന്ന ചർച്ചയാണ്. പലപ്പോഴായിട്ട് ഇറാൻ ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഈ പ്രോജക്റ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജർമ്മനി, ഫ്രാൻസ്, UK, ഓസ്ട്രേലിയ ഇവരൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ IAEAയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗ്രോസിയെ വെച്ചുകൊണ്ട് ഇവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രഷർ അങ്ങോട്ട് അപ്ലൈ ചെയ്തിരുന്നത്. അതേ യൂറോപ്യൻ മേഖലയിൽ നിന്ന് തന്നെയാണ് ഇപ്പം ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റീവ് വിറ്റ്കോഫിനെയും ജെറാദ് കുഷ്ണറിനെയും ഇസ്രായേലി അസറ്റായിട്ട് കരുതുന്നുണ്ട് പവൽ. ഇതിനകത്ത് ഓൾറെഡി തന്നെ പവൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് പവൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് സ്റ്റീവ് വിറ്റ്കോഫിനെയും ജെറാദ് കുഷ്ണറിനെയും. ഇവർ രണ്ടുപേരും ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ചർച്ച നടത്തിയത്. അവരുടനീളം ഇസ്രായേലിന്റെ അസറ്റുകളായിട്ട് തന്നെയാണ് ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് എന്നാണ് ജോനത്താൻ പവൽ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ലൈൻ എത്തിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ജോനത്താൻ പവൽ ഇൻഡയറക്ട്ലി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് അമേരിക്ക നടത്തുന്നത്, അതിനെ ചുക്കാൻ പിടിച്ചത് സ്റ്റീവ് വിറ്റ്കോഫും ജെറാദ് കുഷ്ണറുമാണ് എന്ന് ഇപ്പോൾ പറയാതെ പറയുകയാണ്. ഇത് യുദ്ധം തുടങ്ങി അന്ന് തന്നെ പറയാമായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞ് 3ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം കടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ജോനത്താൻ പവൽ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് ഇന്നലെ ഒരു ദിവസത്തിന് മുമ്പ് അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്നും ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കീർ സ്റ്റാർമറിന്റെ ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയും UK തമ്മിലുള്ള ബന്ധം വഷളായത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ കൊണ്ട് UK ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. ഇതൊരു പക്ഷേ സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാവാം. അവിടെ ജനീവയിൽ ചർച്ചയിൽ ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. അത് ഈ സമയത്ത് പുറത്തു പറയുന്നതിന്റെ പ്രാധാന്യം, അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. കാരണം ഇതൊക്കെ ഇന്റലിജൻസ് വിവരങ്ങളാണ്. അമേരിക്ക പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് UK കൂട്ടിയത് എന്തുകൊണ്ടാണ്? അവരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ആ സാഹചര്യത്തിൽ ഇപ്പം UK തിരിഞ്ഞു കൊത്തുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ട്രംപിന് കിട്ടുന്ന തിരിച്ചടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. ഈ UK ജോനത്താൻ പവൽ പറഞ്ഞു വെക്കുന്നത് ഈ 2 എൻവോയ്സും, അതായത്
സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കുഷ്ണറും ട്രംപിനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അമേരിക്കയുടെ സൈഡിൽ നിന്നും വരുന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ടെക്നിക്കൽ ടീം അവിടെ പ്രസന്റബിൾ ആയിരുന്നില്ല. എവിടെ? ജനീവയിൽ. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ടെക്നിക്കൽ ടീമിനെ കുറിച്ചുള്ള ചർച്ച അവിടെ വരുന്നത് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കുഷ്ണറും ഇറാൻ ഒരു പ്രപ്പോസൽ വെച്ചപ്പോൾ അവിടെ ശരിക്കും യുദ്ധത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ട് അതിനെ കണക്കാക്കാതെ അതിനെ തഴഞ്ഞുകൊണ്ട് IAEAയുടെ ഗ്രോസിയെ വിളിച്ചു വരുത്തി. ഈ IAEAയുടെ ഗ്രോസി വന്നിട്ട് പല സ്റ്റേറ്റ്മെന്റുകളും അവിടെ പറഞ്ഞു. അയാളുടെ ചർച്ചയും ഇറാനുമായിട്ട് പരാജയപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് റഫേൽ ഗ്രോസിയും ടെക്നിക്കൽ ടീമിനെ കൊണ്ടുവന്നിട്ടില്ല. ഈ എൻറിച്ച്ഡ് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ടീം അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം US ടെക്നിക്കൽ ടീമും ഇല്ല, അവിടെ IAEAയുടെ ടെക്നിക്കൽ ടീമും ഇല്ല. അപ്പൊ ഈ IAEAയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള റഫേൽ ഗ്രോസി ഒരു ടെക്നിക്കൽ പേഴ്സണും അല്ല, അയാള് IAEAയുടെ ചീഫ് മാത്രമാണ്. ഈ ടെക്നിക്കൽ ടീമിന്റെ ആബ്സെൻസ് ഉണ്ട് എന്നുള്ളതാണ് UK പറഞ്ഞു വെക്കുന്നത്. ഈ ജോനത്താൻ പവൽ പുള്ളിക്കാരൻ്റെ ടെക്നിക്കൽ ടീമിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഒബ്ലിഗേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജോനത്താൻ പവൽ അവരുടെ ടെക്നിക്കൽ ടീമിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അവസരം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച പ്രപ്പോസലിൽ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം തന്നെ ഒരു തരം എററാണ് എന്നുള്ള മട്ടിലാണ് സ്റ്റീവ് വിറ്റ്കോഫ് അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. റിഡിൽഡ് വിത്ത് ബേസിക് എറേഴ്സ് എന്നാണ് പറഞ്ഞു വെച്ചത്. റിഡിൽഡ് വിത്ത് ബേസിക് എറേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രപ്പോസൽ തന്നെ ഇങ്ങോട്ട് എടുക്കണ്ട എന്നുള്ളത് സ്റ്റീവ് വിറ്റ്കോഫിന്റെ മുൻവിധിയായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നത്. അതായത് സ്റ്റീവ് വിറ്റ്കോഫ് ഓൾറെഡി തീരുമാനിച്ചിരുന്നു ഇറാൻ ഏത് തരത്തിലുള്ള പ്രപ്പോസൽ വെച്ചാലും നമ്മൾ എടുക്കുന്നില്ല എന്നുള്ള തീരുമാനം സ്റ്റീവ് വിറ്റ്കോഫ് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായിട്ടാണ് ജോനത്താൻ പവൽ പറയുന്നത്. ഇതിലിപ്പോൾ ഏതാണ് ഫാക്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനി സ്റ്റീവ് വിറ്റ്കോഫ് ഇതിന്റെ മറുപടി കൊടുത്താൽ മാത്രമേ ഇതിന്റെ കൗണ്ടർ പാർട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിലവിൽ UK ക്ലെയിം ഇതാണ്. അതോടൊപ്പം പുള്ളിക്കാരൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ഇറാനെ കൊണ്ട് ഇമിനന്റ് ആയിട്ടുള്ള ഒരു ത്രെട്ട് ഇപ്പൊ നിലവിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ജോനത്താൻ പവലിന്റെ വാദം. UK ഫൗണ്ട് നോ കമ്പലിംഗ് എവിഡൻസ് ഇമിനന്റ് ഇറാനിയൻ മിസൈൽ ത്രെട്ട് ടു ദ യൂറോപ്പ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് യൂറോപ്പിന് ഇത്തരത്തിലുള്ള വലിയ ഭീഷണികളൊന്നും ഇറാന്റെ സൈഡിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് ഇറാൻ ആണവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് യൂറോപ്പിനാണ് ഏറ്റവും കൂടുതൽ ഭീഷണി എന്നാണ് പറഞ്ഞു വെച്ചത്. അതിനുള്ള ഒരു കൗണ്ടർ പോയിന്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ ഈ വിഷയത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. യൂറോപ്പിന് മാത്രമല്ല UKക്കും ഭീഷണിയില്ല എന്നാണ് ജോനത്താൻ പവലിന്റെ വിലയിരുത്തൽ. ദ UK ഗവൺമെന്റ് കൺസിഡേർഡ് ദ അറ്റാക്ക് ഓൺ ഇറാൻ അൺലോഫുൾ ആണ്, പ്രീമെച്യൂർ ആണ്, ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. UKയും അമേരിക്കയും തമ്മിൽ 2 വഴികളിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്കിപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ കട്ടായിട്ടുള്ള ഡീവിയേഷൻ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ജോനത്താൻ പവൽ വിശ്വസിച്ചിരുന്നു അറ്റാക്കിന് മുമ്പ് തന്നെ വയബിൾ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻസ് സാധ്യമായിരുന്നു എന്നാണ് പവൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. വിറ്റ്കോഫ് ആൻഡ് കുഷ്ണർ ഇൻഫ്ലുവൻസ്ഡ് ട്രംപ് ഇൻ ടു ദിസ് വാർ എന്നും കൂടി പറയുന്നുണ്ട്. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ട്രംപ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അണുവായുധം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക വരെ ടാർഗറ്റ് ചെയ്യാനുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനും ഇറാനിന് പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം തുടങ്ങിയത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇന്നലെ സെനറ്റിൽ വെച്ചിട്ട് തുൾസി ഗബ്ബാർഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലാണ് തുൾസി ഗബ്ബാർഡ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. പക്ഷെ അവിടെ സംഭവിച്ചത് 1-2 ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ മിസ്റ്റേക്കിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ശരിയാണ്, അവരവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയൊക്കെ അവർ ശരിയാക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ അവർ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആണവായുധം അവരുടെ പക്കലുണ്ട് എന്നുള്ളതിന് തെളിവില്ല. CIA പക്കൽ തെളിവില്ല. അതുപോലെ തന്നെ ഇതേപോലെ ലോങ് റേഞ്ച് അമേരിക്ക വരെ അറ്റാക്ക് ചെയ്യാൻ പാകത്തിനുള്ള ബാലിസ്റ്റിക് മിസൈലുകളും അവരുടെ കയ്യിലില്ല. പക്ഷേ അവരത് ഉണ്ടാക്കും. അതുണ്ടാക്കിയാൽ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അപ്പോൾ നിലവിൽ അവരുടെ കയ്യിലില്ല, അവരുണ്ടാക്കിയാൽ നമുക്ക് ഭീഷണിയാണ്. ഇവിടം തൊട്ടാണ് കാര്യങ്ങളൊക്കെ മാറുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അവരുണ്ടാക്കുന്നത് വരെ കാത്തിരിക്കണോ? അതിനു മുമ്പ് തന്നെ പ്രിയംറ്റീവ് സ്ട്രൈക്ക് ചെയ്യുന്നതിലെ സേഫ്റ്റി എന്നുള്ള തരത്തിലാണ് നിലവിലെ ട്രംപ് നടത്തുന്ന ഈ ഒരു യുദ്ധത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് തുൾസി ഗബ്ബാർഡ് സെനറ്റിൽ അവതരിപ്പിച്ചത്, അമേരിക്കൻ സെനറ്റിൽ. പക്ഷെ അവിടെ ചില വിഷയങ്ങൾ ഇങ്ങനെ പൊളിറ്റിക്സ് എപ്പോഴും അങ്ങനെയാണല്ലോ, അവിടെ ചില വിഷയങ്ങളിൽ പൂർണ്ണത ഇല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് ആ പോയിന്റുകൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ US ഇന്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് നടത്തുന്ന മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല, അവിടെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നൊന്നും കൂടി ജോനത്താൻ പവൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ CIA റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ തുൾസി ഗബ്ബാർഡ് സെനറ്റിൽ അവതരിപ്പിച്ച ഈ റിപ്പോർട്ടിനെ കുറിച്ചാണ് പുള്ളിക്കാരൻ പറയുന്നത്. CIA തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അറിവില്ല. പിന്നെ നിങ്ങൾ ഈ യുദ്ധം ആർക്ക് വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ് ചോദ്യം.
അപ്പോൾ അവിടെ ഓപ്പണായിട്ട് ഇസ്രായേലിന് വേണ്ടി നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ് ഫാൾസ്ലി ക്ലെയിംഡ് ഇറാൻ ഹാഡ് ഇനഫ് എൻറിച്ച്ഡ് യുറേനിയം ഓഫ് 11 ന്യൂക്ലിയർ ബോംബ്സ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. 11 ആണവായുധം നിർമ്മിക്കാനുള്ള എൻറിച്ച്ഡ് യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സ്റ്റീവ് വിറ്റ്കോഫാണ് ആദ്യം പുറത്തിറക്കുന്നത്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജോനത്താൻ പവലിന്റെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ യുദ്ധം തുടങ്ങി ഏതാണ്ട് 3ാമത്തെ ആഴ്ചയിലേക്ക് നീങ്ങുകയാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഒക്കെ പൂർണ്ണമായിട്ടും സ്റ്റക്കായിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില പെർ ബാരലിന് $100 എത്തിയിരിക്കുന്നു. ഇനിയും വില ഉയർന്നു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജോ കെന്റ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ ചീഫായിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തി ഈ യുദ്ധം അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ യുദ്ധം ഇസ്രായേലിന് വേണ്ടി നയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജോനത്താൻ പവൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ജോ കെന്റിന്റെ റെസിഗ്നേഷനുമായിട്ട് ബന്ധപ്പെട്ട് റിമാർക്സ് ഞാൻ ഇന്നലത്തെ വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോ കെന്റ് പേഴ്സണൽ റീസൺസിന് വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരനെ അവോയ്ഡ് ചെയ്തിരുന്നു. ഐസൊലേഷൻ എന്നുള്ള പേരിലാണ് പുള്ളിക്കാരൻ റിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് തുൾസി ഗബ്ബാർഡ്, ഇന്റലിജൻസിന്റെ ചീഫ് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. US ഇത് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കാരണം കോൺഗ്രസ്സിൽ ഇനി $200 ബില്യൺ ഈ പ്രൊപ്പോസ്ഡ് ബഡ്ജറ്റൊക്കെ അവിടെ പാസ്സാക്കി എടുക്കേണ്ടതുണ്ട്. ട്രംപിന് 86% അപ്രൂവൽ റേറ്റ് ഉണ്ട്. അതായത് ഈ ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിൽ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. പക്ഷേ സെനറ്റിലും US കോൺഗ്രസിലും റിപ്പബ്ലിക്കൻസും ഡെമോക്രറ്റുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരാണ് ഇത് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇത് തീരുമാനിക്കാൻ പോകുന്നത്. അവര് എങ്ങനെ ബില്ല് പാസ്സാക്കി കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ 200 ബില്യന്റെ ബഡ്ജറ്റ് ഇപ്പം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഏത് മൊമെന്റിലും സെനറ്റിൽ അവതരിപ്പിക്കപ്പെടും. ഇത് പാസ്സായാൽ യുദ്ധം കണ്ടിന്യൂ ആവും. പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് യുദ്ധം മുന്നോട്ട് നയിക്കാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതേസമയം ട്രംപിന്റെ സ്വഭാവം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ പലതരം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പാസ്സാക്കുന്ന വ്യക്തിയാണ് ട്രംപ്. വേറെ ഏതെങ്കിലും തരത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പല നിയമങ്ങളും പാസ്സാക്കാനുള്ള വകുപ്പുണ്ട്. കാരണം ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പുള്ളിക്ക് പല നിയമങ്ങളും പാസ്സാക്കാനുള്ള വകുപ്പുണ്ട്. അതിലേതെങ്കിലും ഒരു വകുപ്പ് പുള്ളി ഒപ്പിട്ട് ഫണ്ടൊക്കെ പാസ്സാക്കും. നിലവിൽ UK-യും അമേരിക്കയും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ഡീവിയേഷൻ, ഒരു പോര് തുടങ്ങിയിരിക്കുകയാണ്. ഒരു കോൾഡ് വാർ എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം UK ചെയ്യുന്ന ഒരു തൊഴുത്തിൽ കുത്ത് പരിപാടിയാണിത്. UK കാരണം അമേരിക്കയുടെ എല്ലാ കാലത്തും അമേരിക്കയോടൊപ്പം നിന്നിരുന്ന 5 Eyes, അതേപോലെ തന്നെ G7 ഗ്രൂപ്പ് രാജ്യങ്ങളിൽ മെമ്പറാണ്. മെമ്പർഷിപ്പ് നാറ്റോ അലയൻസ് പോലത്തെ അമേരിക്കയുടെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ മെമ്പറാണ് UK. അപ്പോൾ ആ UK ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പല ഇന്റലിജൻസ് രഹസ്യ വിവരങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക് വേദിയിൽ വിളിച്ചു പറയുന്നത് അത്ര നല്ല പരിപാടിയല്ല. അതാണ് അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ അഭിപ്രായം. യൂറോപ്പും ജപ്പാനും സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് അവര് ഇറാനുമായിട്ട് പലതരത്തിലെ നെഗോസിയേഷൻ ചെയ്ത് നോക്കി. ഞങ്ങളുടെ ഷിപ്മെന്റുകളെ നിങ്ങൾക്ക് അയക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പാരലായിട്ട്. പക്ഷേ ഇറാന്റെ നിലപാട് വളരെ ടഫാണ്. ഇറാൻ ഇസ് നോട്ട് റെഡി ടു റിലീസ് ജപ്പാൻ, അതേപോലെ യൂറോപ്പിന്റെ ഷിപ്മെന്റുകൾ റിലീസ് ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. അപ്പം അതുകൊണ്ട് ഇറാന്റെ മേളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യൂറോപ്പ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അല്ലാതെ യൂറോപ്പ് അമേരിക്കയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമായിട്ട് തോന്നുന്നില്ല. ഇത് ഇറാന്റെ മേളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ പ്രഷർ ടാക്ടിക്സ് പ്രയോഗിക്കുകയാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഏരിയയിൽ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഷിപ്മെന്റ് റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇതിനെ സമയോചിതമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. US-ന്റെ ഇന്റലിജൻസിന് അറിയാം എവിടെയാണ് ഇറാന്റെ യുറേനിയം സ്റ്റോക്ക് പൈൽസ് ഉള്ളത് എന്നുള്ളൊരു വാർത്തയും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതായത് UK-യുടെ സൈഡിൽ നിന്നും ഇത്തരത്തിലുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാഡ് കുഷ്ണർ, ഡൊണാൾഡ് ട്രംപ് ഇവർക്കെതിരെയുള്ള UK-യുടെ വിമർശനങ്ങൾ വന്നതിനെ തുടർന്നാണ് US-ന്റെ ഇന്റലിജൻസിന്റെ സൈഡിൽ നിന്നും ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനെ അറിയാമെങ്കിൽ ഇതിനു മുമ്പ് തന്നെ രഹസ്യമായിട്ട് അമേരിക്കൻ ടീമിനെ ഇറക്കി എങ്ങനെയാണോ വെനിസുലയിൽ നിക്കോളാസ് മദുറോവിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയത്, അതേപോലെ യുറേനിയം സെക്യൂർ ആയിട്ട് ഇറാനിൽ നിന്നും ലിഫ്റ്റപ്പ് ചെയ്യാനുള്ള മാർഗം നോക്കണം. അതല്ലേ ഏറ്റവും ബെസ്റ്റ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പുള്ള ഇറാൻ, ഇത് കഴിഞ്ഞുള്ള ഇറാൻ, അത് ഫെബ്രുവരി 28 മുമ്പ് വേറൊരു ഇറാൻ, ഫെബ്രുവരി 28 ശേഷം വേറൊരു ഇറാൻ. അതാണ് ഇസ്രായേലിന്റെ പ്ലാൻ. ഇസ്രായേലിന്റെ കൃത്യമായിട്ടുള്ള അജണ്ടയാണത്. അമേരിക്കയ്ക്ക് ഏത് മൊമെന്റിൽ വേണമെങ്കിലും യുദ്ധം നിർത്താം. ഇസ്രായേൽ ഇറാനെ വേറൊരു ഇറാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. അത് അൺഡിനയബിൾ ട്രൂത്ത് ആണ്. അൺഡിനയബിൾ ട്രൂത്ത്. ഇതിൽ യാതൊരു മാറ്റമില്ല. കാരണം അത്രമാത്രം ഡെമോളിഷൻസ്. Further rocket attacks were reported against Nahariya and admitted ഇന്ന് അബ്ബാസ് അരക്ചി, ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ, പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക് ചെയ്യരുത്. മിലിറ്ററി യൂണിറ്റുകൾ, ഞങ്ങളുടെ വാർഷിപ്പുകൾ, അതേപോലെ നിരവധിയായിട്ടുള്ള IRGC-യുമായിട്ട് ബന്ധപ്പെട്ട
സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ ആക്രമിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, യുദ്ധത്തിന്റെ രീതിയിൽ കൺസിഡർ ചെയ്യാൻ ഇറാന് സാധിക്കും. പക്ഷേ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ, റെസിഡൻഷ്യൽ ഏരിയകളിൽ ഒരു പക്ഷേ IRGCയുടെ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആവാം, സ്കൂൾ ആവാം, ഹോസ്പിറ്റൽ ആവാം, അവിടെയൊക്കെ നടക്കുന്ന ആക്രമണങ്ങളെ ഞങ്ങൾ ഇഗ്നോർ ചെയ്യില്ല, അതിന് ഞങ്ങൾ തിരിച്ചടിക്കും, തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് അബ്ബാസ് അറക്ചി പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നോ അമേരിക്കയുടെ സൈഡിൽ നിന്നോ ഇന്ന സ്പെസിഫിക് സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾ അറ്റാക്ക് നടത്തൂ എന്നുള്ള വാഗ്ദാനമൊന്നും ഇറാന് കൊടുത്തിട്ടില്ല. ഇന്ന് തന്നെ ബന്ദർ അബ്ബാസ് പോർട്ടിൽ ഇറാന്റെ ഒരു വാർഷിപ്പ് അമേരിക്ക അടിച്ചു കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്കുകൾ ഇറാന്റെ ഉള്ളിൽ തുടരുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഈ സാഹചര്യത്തിലാണ് അബ്ബാസ് അറക്ചി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അബ്ബാസ് അറക്ചി മാത്രമേ ഉള്ളൂ അവിടുന്ന് സ്റ്റേറ്റ്മെന്റ് പറയാൻ, പിന്നെ ഒരു സ്പോക്സ് പേഴ്സൺ ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള മിക്കവാറും ലീഡേഴ്സിനെ എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിസൈസ് അറ്റാക്കിലൂടെ ഷാർപ്പായിട്ട് കൃത്യമായിട്ട് IRGC അതേപോലെ ബസിജ് മെമ്പേഴ്സിനെ എല്ലാം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇതാണ് നിലവിലെ യഥാർത്ഥ പിക്ചർ. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. അമേരിക്കൻ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.